ഹായ്. എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഇച്ചിരിയെങ്കിലും ഇവിടം വരെ എത്തിയതിൻ്റെ കാരണം അത് ജാസ്മിൻ ജാഫർ തന്നെയാട്ടോ. വേറൊന്നുമില്ല, പുള്ളിക്കാരി ചാനലൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് 3 മാസമൊക്കെ ആയപ്പോഴേ ജാസ്മിൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയായിരുന്നു. അവൾക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വരൽ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ അവളുടെ വീഡിയോസൊക്കെ കാണുന്നത് കേട്ടോ. അതിനുശേഷമാണ് ഞാനും ചാനൽ അവളുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി എന്നെക്കൊണ്ടും പറ്റും, ഇതുപോലൊക്കെ ചെയ്താൽ എന്നെക്കൊണ്ടും പറ്റും എന്നെനിക്ക് അത്രയും കാലം ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത്രക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇവളുടെ വീഡിയോസൊക്കെ കണ്ട് ഓരോ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്കും പറ്റും എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഞാനും ചാനൽ തുടങ്ങി. പിന്നെ എനിക്ക് റിയാക്ഷൻ വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. റിയാക്ഷൻ ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് സംസാരിച്ച് അങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ ഓരോ വീഡിയോസ് കണ്ടതിന് റിയാക്ഷൻ ചെയ്യുന്നതിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോസും ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, 3 മാസമൊക്കെ ആയപ്പോഴാണ് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ്റെ സംഭവം എത്തി. പക്ഷെ എനിക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്ന് എൻ്റെ മോണിറ്റൈസേഷൻ ആവാതെ പോയി. അങ്ങനെ പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ വന്നു. അതിലും എനിക്ക് കിട്ടിയില്ല. അതിൽ ഞാൻ ആകെ ഡൗൺ ആയി കേട്ടോ. പക്ഷെ 3 മാസം ആയപ്പോഴേ എനിക്ക് അതിൻ്റെ എല്ലാ സംഭവവും സെറ്റായിരുന്നു. അങ്ങനെ പിന്നെ 2 തവണ ഞാൻ മോണിറ്റൈസേഷൻ ഇതിന് അപ്ലൈ ചെയ്തെങ്കിൽ എനിക്ക് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താ പറയുന്നത്, പിന്നെ എനിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായി. പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്ലൈ ചെയ്യുന്നത്. ആ 3 മാസം ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ അതിൽ പിന്നെ എനിക്ക് സെറ്റായിട്ടോ, എല്ലാം സെറ്റായി. പക്ഷേ എല്ലാം സെറ്റായപ്പോഴോ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മൂഡ് പോയി. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ കിട്ടാതെ വന്നിട്ട് ഇത്രയും കാലം കഴിഞ്ഞ് കിട്ടുമ്പോൾ എനിക്ക് ആ ഒരു മൂഡ് പോയി. വീഡിയോ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ പോയി. അങ്ങനെ ഞാൻ 3 മാസം വീണ്ടും വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നു. ഡോളറും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അമ്മയും ഏട്ടനൊക്കെ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഈ വീഡിയോ ചെയ്യാതിരുന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ. ഒരു മാസം ഒരാഴ്ചയായി ഉണ്ടാവും, അത്ര ആയതേ ഉള്ളൂ വീഡിയോ വീണ്ടും ഇടാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഡോളറും കാര്യങ്ങളും കയറുന്നുണ്ട്. എന്തായാലും ഫസ്റ്റത്തെ ക്യാഷും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടമോ അല്ല, എനിക്ക് പറ്റുമെന്ന് തോന്നിയതിന് കാരണം ജാസ്മിൻ ജാഫറാണ്. അവളുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്തോ അവൾ ബിഗ് ബോസിലൊക്കെ പോയതിന് ശേഷം അവിടുത്തെ ഓരോ ക്യാരക്ടറും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് അവളെ ഇഷ്ടപ്പെടുന്നില്ല. ആളെ ഇഷ്ടമാണ്, ആളെ കാണാൻ നല്ല ക്യൂട്ടാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്തോ ഇപ്പം അവിടെ പോയപ്പോൾ അവളുടെ ക്യാരക്ടറൊക്കെ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവളുടെ ഷോർട്സും കാര്യങ്ങളും ഇപ്പോഴത്തെ ജാസ്മിൻ ജാഫറുടെ വീഡിയോസൊക്കെ ഓക്കെയാ. പക്ഷെ അവള് ബിഗ് ബോസിൽ പോയതിന് ശേഷം അവളുടെ ക്യാരക്ടറൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്തോ കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. പിന്നെയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു കേട്ടോ. ഡെയിലി ഷോർട്സ് 2, 3, 4 ഞാൻ ഇട്ട സമയമുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനൽ കയറ്റിയത് കേട്ടോ. ഡെയിലി വീഡിയോസ് ഞാൻ ഇടുമായിരുന്നു. അങ്ങനെയാണ് ചാനൽ കയറിയത്. അങ്ങനെയാണ് 3 മാസം ആയപ്പോഴത്തേനും ഞാൻ ചെയ്ത സമയത്ത് 10 മില്യൺ വ്യൂസ് വേണമായിരുന്നു ഇതിന്, ഷോർട്സിന് കേട്ടോ. അത് എനിക്ക് കംപ്ലീറ്റ് ആയിരുന്നു. ഷോർട്സ് വഴിയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അല്ലാണ്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടല്ല. ഓക്കെ, അപ്പം എല്ലാവരെയും കൊണ്ടും പറ്റും, നമ്മൾ വിചാരിച്ച എല്ലാവരെയും കൊണ്ടും പറ്റും. പക്ഷെ ഫസ്റ്റത്തെ ആ ഒരു $100 കയറാൻ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഭയങ്കര പാടാണ്. പക്ഷെ അത് കയറി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന താനെ കയറും. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇനി എന്തായാലും ബാക്കി ഡോളർ കയറി ക്യാഷ് വരുന്നതും പക്ഷെ അത് വരട്ടെ. ഇത്രയും കഷ്ടപ്പെട്ടതില്ലേ, അതൊക്കെ വരട്ടെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാ ക്രെഡിറ്റും ഏട്ടനുക്കും അമ്മക്കും ആട്ടോ. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ. എനിക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. അത് കാരണമാണ് ഞാൻ അങ്ങനത്തെ വലിയ വീഡിയോസ് ഇടാതെ ഷോർട്സ് ഇടുന്നത് കേട്ടോ. ഇനി എന്തായാലും എനിക്കങ്ങനെ വ്ളോഗും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ട്രാവലാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അതൊക്കെ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ ഓരോ എന്താ പറയുന്നത് അത്രയൊക്കെയുള്ളു. അപ്പം ഞാൻ എന്തായാലും എന്താ പറയണ്ടേന്ന് എനിക്കറിയാൻ വയ്യ സത്യത്തിൽ. അപ്പം എന്തായാലും ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.